തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ കോർപ്പറേഷൻ അധികൃതരും കരാറുകാരും പോലീസിന്റെ സഹായത്തോടെ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു. ശക്തനിലെ വർദ്ധിപ്പിച്ച സ്റ്റാൻഡ് ഫീസ് നൽകുന്നില്ലെന്ന് ആരോപിച്ചാണ് ബസ്സുകൾ തടഞ്ഞത്. 25 രൂപയായിരുന്ന സ്റ്റാൻഡ് ഫീസ് 40 രൂപയായി വർദ്ധിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് കോടതിയിൽ നിലനിൽക്കുന്ന കേസ് തീർപ്പാക്കും മുൻപാണ് കോർപ്പറേഷന്റെ നടപടിയെന്ന് ബസ് ഉടമകൾ ആരോപിക്കുന്നു. ഇന്ന് രാവിലെ കരാറുകാരും കോർപ്പറേഷൻ അധികൃതരും പോലീസിന്റെ സഹായത്തോടെ ബസ്സുകൾ തടഞ്ഞു. സ്റ്റാൻഡിന്റെ വടക്കേ ഭാഗത്ത് നിന്ന് സർവീസ് നടത്തുന്ന ബസ്സുകളാണ് തടഞ്ഞത്. ഏപ്രിൽ 1 മുതലാണ് സ്റ്റാൻഡ് ഫീസ് വർദ്ധിപ്പിച്ചത്. നിലവിൽ ട്രിബ്യൂണൽ കോടതിയിലുള്ള വിഷയത്തിൽ നോട്ടീസ് പോലും നൽകാതെ ബസ്സുകൾ തടയുന്നതെന്ന് ബസ് ഉടമ സംഘം പ്രതിനിധി പ്രദീപ് കുമാർ പറഞ്ഞു. ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന ബസ്സുകൾക്ക് ഏകപക്ഷീയമായിട്ട് കോർപ്പറേഷൻ ഫീസ് 40 രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 25 രൂപയായിരുന്നു നിലവിൽ സ്റ്റാൻഡ് ഫീസായിട്ട് ഓരോ സ്വകാര്യ ബസ്സുകളും കൊടുത്തുകൊണ്ടിരുന്നത്. ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ ഓരോ വർഷം തോറും പരിതാപകരമായി കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ദുരിതം അനുഭവിച്ച് കേരളത്തിലെ ഈ തൃശ്ശൂർ ജില്ലയിലെ ബസ്സുകൾ എല്ലാ റോഡുകളും തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഈ അവസ്ഥയിൽ ബസ്സുകൾ ഓടിച്ച് എത്താൻ പോലും പ്രയാസപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഈ ബസ് സ്റ്റാൻഡ് ഫീസ് ഏകപക്ഷീയമായി കോർപ്പറേഷൻ 40 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ പേരിൽ ആ ഫീസ് 15 രൂപ വർദ്ധിപ്പിച്ച ഫീസ് നൽകിയില്ല എന്നുള്ള ഒറ്റ പേരിൽ കോർപ്പറേഷന്റെ അധികാരികൾ പോലീസിനെയും കൂട്ടിക്കൊണ്ട് ഇവിടുത്തെ ലൈസൻസിയും കൂടി വന്നുകൊണ്ട് ഇവിടുത്തെ ഇന്ന് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ ഒരു നോട്ടീസ് പോലും ഇല്ലാതെ ഏകപക്ഷീയമായിട്ട് വന്ന് ബസ്സുകൾ തടയുകയാണ് ഇവിടെ ഉണ്ടായത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ബസ്സുകൾക്ക് ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു ഗുരുതരമായ ഒരു അവസ്ഥ വരുന്നത്. ഒരു മിന്നൽ രീതിയിലാണ് ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഒരു നോട്ടീസ് പോലും ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. അത്തരം ഒരു നടപടിയിലാണ് ഇപ്പോൾ ഇവിടെ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ നിർത്തേണ്ട ഒരു സാഹചര്യം വന്നിട്ടുള്ളത്.